യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഹല്ലേലൂയ. ദൈവത്തിൽ ഒന്നുമില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന അത്ഭുത പ്രവൃത്തിയാണ് നമ്മളെയൊക്കെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ദൈവം ഒരാൾ വിചാരിച്ചില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും പല രീതിയിലും അകപ്പെട്ടു പോകേണ്ടവരാണ്. എന്നാൽ അതിൽ നിന്നും ദൈവം വിളിച്ച് വേർതിരിച്ച് അവൻ്റെ ആ വിശുദ്ധമായ നാമം നമ്മുടെ നാവിൽ തന്ന് അവൻ നമ്മളെ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത് അവന് ഫലം കായ്ക്കാനായിട്ടാണ്. അങ്ങനെയെങ്കിൽ ആ ഫലം കായ്ക്കാനായി നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യാനായി ഒരുക്കമുള്ളവരായിരിക്കുന്നാൽ ദൈവം നമുക്ക് ഈ നാടുകളിൽ വലിയ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അല്പനേരം ചിന്തയ്ക്കായിട്ട് എനിക്ക് ദൈവം തന്നൊരു ചിന്ത വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. അതിന്റെ 3-ന്റെ ജയിക്കുന്നതിനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകില്ല. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയമല്ല പിതാവേ, അങ്ങയുടെ തിരുനാമത്തിനായ സ്തോത്രം കർത്താവെ അറിയാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഇന്ന് സംസാരിക്കാൻ ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ സർവശക്തൻ്റെ നേതൃത്വത്തിൽ കർത്താവെ ഞങ്ങൾ പാർക്കുന്ന ഈ ഭവനത്തോടും ഈ സഭയോടും കർത്താവെ ഈ വന്നിരിക്കുന്ന ഓരോ ദൈവദാസന്മാരോടും കർത്താവെ ദാസന്മാരോടും എല്ലാം ദൈവത്തിൻ്റെ കൃപ കർത്താവ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ അടിയനെ കർത്താവ് ശുശ്രൂഷിപ്പാൻ കർത്താവെ ഏൽപ്പിച്ചു തരുമ്പോൾ ദൈവമേ, ദൈവചിന്തയല്ലാതെ ഒന്നും പറയുവാൻ നീ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ഇത് ഈ വിശുദ്ധ പുസ്തകം എന്ന് പറയുന്നത് ഇത് 66 പുസ്തകങ്ങളിൽ 66 ഗ്രന്ഥങ്ങളിൽ നിന്നും ഗ്രന്ഥമായിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം എന്നറിയപ്പെടുന്ന ഈ 2 നിയമമായി ദൈവം 1500 പരം വർഷങ്ങൾക്ക് മുമ്പ് 40 എഴുത്തുകാരനാൽ പല സാഹചര്യങ്ങളിൽ ഇരുന്ന് എഴുതപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കിട്ടിയത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ആ വലിയ അനുഗ്രഹത്തിൻ്റെ ആ ചുവടിലാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ദൈവം തരുന്ന ആ അനുഗ്രഹം ഇന്ന് നമ്മൾക്കും നമ്മുടെ തലമുറയ്ക്കും ദൈവം പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ആദരവോടുകൂടി നമ്മൾ നടക്കുന്നുവെങ്കിൽ അവൻ പോകുന്ന ഏത് കാര്യത്തിനും അവൻ തോൽക്കുവാൻ ഇടയാകത്തില്ല, അവൻ ജയിക്കുവാൻ ഇടയാകത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ അതല്ല. അപ്പൊ അവൻ പറയുന്നത് നീ ജയിക്കുന്നവൻ, നമ്മൾ വായിച്ച വാക്യം എങ്ങനെയാ? തൂണാക്കും അല്ലെ? തൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്നവനാണ്. ഏത് പരീക്ഷകളിലും നമ്മൾ കടന്നുപോയാലും ആ പരീക്ഷകളിൽ നമുക്ക് ജയിക്കുന്നവനാണ് അവൻ തൂണാക്കുന്നത്, ജയിക്കാത്തവനാണ് തൂണാക്കുന്നില്ല. അപ്പൊ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഏത് ശത്രുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ശത്രുവിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ ആ ശത്രുവിന്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ നമ്മൾ അത് ജയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് മുമ്പിലായിരിക്കുന്ന നമ്മൾ തന്നിരിക്കുന്ന ദൈവത്തിന്റെ ചിന്ത, അതായത് ദൈവം പറയാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് മുമ്പിലായി അവൻ കടന്നു നിന്ന് ജയിക്കുവാനിടയിൽ. ദൈവം ദാവീദിനെ അയച്ചത് അങ്ങനെയാണ്. ദാവീദിനെ അയച്ചത് ദാവീദിനോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. ദൈവം അവന്റെ കഴിവ് പറയുകയാണെങ്കിൽ ഒരു കഴിവുമില്ലാത്തവനാ. എന്നാൽ ദാവീദ് അവിടെ വലിയ പ്രവൃത്തി ചെയ്യുവാനായിട്ട് തീർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാവീദ് ചെയ്തത് എങ്ങനെയാണ്? അവൻ 2 മിനുസം, ആ ഒരു മിനുസമുള്ള കല്ലുകളും കൊണ്ട്, ഒരു കവണ കൊണ്ട്, എല്ലാവരും പടക്കോപ്പുകളും സൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ ഇവന്റെ കയ്യിലുള്ളത് എന്താ? അവന്റെ കയ്യിൽ കല്ലുകൾ മാത്രമാണ്. എന്നാൽ അത് വെച്ച് ഉപയോഗിച്ച് അവന്റെ നേരെ വന്ന ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയ വില്ലിനെ അവനെ തറ പറ്റിക്കുവാനായിട്ട് അവനെ കൊണ്ട് കഴിയും. അങ്ങനെയാണ് ജയിക്കുവാൻ കഴിവുള്ളവൻ എവനാണോ അവനെ ദൈവം ഉയർത്തുവാനിടയെത്തി. നമ്മളൊരു പ്രാർത്ഥനയിൽ ജയിക്കുന്നവരായിരിക്കണം, നമ്മളൊരു ആരാധനയിൽ ജയിക്കുന്നവരായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ജയമുള്ളവരായിരിക്കണം. നമ്മൾ തകർന്നു പോകേണ്ടവരല്ല, നമ്മൾ ജയിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ തോൽക്കുവാനായിട്ടല്ല ദൈവം വിളിച്ചത്. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അങ്ങനെ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം ജയിച്ചു കാണാനാണ് നമ്മുടെ പിതാവിന് ആഗ്രഹം. നമ്മുടെ മക്കൾ ജയിക്കുവാനാണ് നമുക്ക് ആഗ്രഹം. അങ്ങനെയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ
എല്ലായിടത്തും പോകുന്നവർക്കും വരുന്നവർക്കും ജയിക്കാനാണ് നമുക്ക് ആഗ്രഹം. അങ്ങനെയെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം പറയുന്നു നീ ജയിച്ചു കാണാനാണ് ആഗ്രഹം. അങ്ങനെ ഇന്ന് ദൈവം പറയുന്നത് അത് ജയിക്കുവാനാണ്. അവന് ജയമാണ് അവന്റെ ആഗ്രഹം. അവൻ എവിടെയാണ് ശത്രുവിനെ തോൽപ്പിക്കാനുള്ളത്, ആ തോൽപ്പിക്കാനുള്ള ആ ഒരു ജയിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമാണ് അവിടെ നമുക്കൊരു ജയം കിട്ടുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മളൊരു ജയിക്കുന്നവനെ അവന്റെ ആലയത്തില് തൂണാക്കി കളയും എന്ന് പറഞ്ഞാൽ ആലയത്തിലെ തൂണിനൊരു പ്രത്യേകതയുണ്ട്. അത് ആ തൂണാണ് സകലവും നിലനിർത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ സകലവും നിലനിർത്തുന്ന ആ സഭയുടെ തൂണെന്ന് പറയുമ്പോൾ അവൻ ആ തൂണിൽ നിന്നുകൊണ്ട് സകലവും അവൻ ആ ഭാരങ്ങൾ മുഴുവൻ ചുമക്കുവാനായി അവൻ ഒറ്റ തൂണായിട്ട് നിന്നുകൊണ്ട് അവൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ അവൻ ഒരുക്കിയെടുക്കും. എന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ വേറെ ഒന്ന് വന്ന് തോൽക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. അതാണ് അതിന്റെ ഗുണം. അങ്ങനെയെങ്കിൽ ആ ജയിക്കുന്നവനാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ജയിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ ജയിക്കുവാനായി. അതിന്റെ താഴ്ത്തിക്കൊന്ന് വായിച്ചേ. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. അപ്പൊ പുതിയ നാമം എഴുതും. ഈ പുതിയ നാമം കിട്ടിയത് കൊണ്ടാണ് പ്രിയമുള്ളവർ നമുക്ക് ഇന്ന് ഈ കിട്ടാത്തവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവർക്ക്, ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അവരോട് പറയാ, ഒരു പുതിയ നാമം നിന്റെ മേൽ എഴുതുവാനാണ് ഇന്ന് ദൈവാത്മാവ് പറയുന്നത്. ദൈവം പറയാം, ഇന്ന് നിന്റെ മേൽ ഒരു പുതിയ നാമം എഴുതുക. ആ നാമാണ് എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമം. ഇസ്രായേലായ യേശു പറയുന്നു, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് ആ കർത്താവിന്റെ നാമം. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നു, അവൻ ലജ്ജിച്ചു പോകത്തില്ല. അവൻ എന്നും ഉയർച്ച പ്രാപിക്കുന്നവനാണ്. അവൻ തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. അവൻ ജയമെടുക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ ആ ജയമെടുക്കുന്നവൻ അവൻ പറയാണ്, എല്ലാ മുഴങ്കാലും മടങ്ങുവാൻ തക്കവണ്ണം അവൻ സർവ്വലോകത്തിന്റെ മുമ്പിൽ അവൻ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആരാണ് നാമം എടുക്കുവാനായിട്ട്? അതിന് ഒരു കാര്യമുണ്ട്. രണ്ടും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മനുഷ്യനായിരിക്കുമ്പോൾ ആ മനുഷ്യനവൻ രണ്ട് രീതിയിലുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. നല്ല വഴികളും അതുപോലെ തിന്മയായതും നന്മയായതും ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിന്റെ അടുത്ത വിഷയം. പക്ഷെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ നമ്മൾ യോഗ്യത ഉള്ളതായി നമ്മൾ കാണിച്ചു കൊടുത്താൽ നാം സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ അതിന്റെ മുകളിൽ വലിയ പ്രവൃത്തി അയക്കുവാനായിട്ട് ഇടയാത്തരും. അതങ്ങനെയുള്ളവരോട് അവൻ പറയാണ്, ആ നാമം വിളിച്ചപേക്ഷിക്കുന്നത് ഒരിക്കലും ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. ഇവിടെ സഭയോട് ഈ ദേശത്ത് ദൈവദാസനെ ഇവിടെ ദൈവം ഒരു പുരോഹിതനായി ഇവിടെ വെച്ചിരിക്കുമ്പോൾ ദൈവം പറയാണ്, ആ ദാസന്റെ ആ ചുമതല ദാസൻ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൂത് പറയുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ ഒന്ന് വായിച്ചേ. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക. ഇത് സഭയ്ക്ക് വേണ്ടി, ഫിലദൽഫിയ സഭയ്ക്ക് വേണ്ടി എഴുതുന്ന കത്താണ്. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനായവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് പറ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും പറ്റും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. വിശ്വസ്തരായിട്ട് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനോട് ദൈവത്തിന്റെ അരുൾപ്പാട് പറയുകയാണ്, നീ വിശ്വാസം കാത്തുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി തീരും. നിനക്ക് നടക്കില്ല, എന്റെ ജീവിതത്തിൽ സാധിക്കില്ല എന്ന് തോന്നുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഞാൻ ഇന്ന് സാത്താന്റെ കയ്യിൽ നിന്നും, ഈ ലോകത്ത് സകലതും സാത്താന്റെ കയ്യിലാണ്, സാത്താൻ കീഴടക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ സാത്താൻ കീഴടക്കി വെച്ചിരിക്കുന്നതിനെ സാത്താനോട് തന്നെ വാങ്ങിച്ചു തരുമെന്ന് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്. ദൈവാത്മാവ് പറയുകയാണ്, ഞാൻ നിനക്ക് തരുമെന്ന്. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ യാതന ഞാൻ കേട്ടു. അത് ഒരിക്കലും മടങ്ങിപ്പോകുന്നതല്ല, അത് ഈ ദിവസങ്ങളിൽ നടക്കുന്നതാണെന്ന് ദൈവത്തിന്റെ ചിന്ത പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ചിന്തയ്ക്കൊത്തവണ്ണം നമ്മൾ പോയാൽ നമുക്ക് അനുഗ്രഹം തന്നെ പ്രാപിക്കാൻ കഴിയും. നമ്മൾ ജയിക്കുന്നവരായിരിക്കും. ഈ ദേശത്ത് ദൈവത്തിന്റെ വിടുതൽ നടക്കേണ്ടതിന് നമ്മൾ ഒരുമിച്ചായിരുന്നുവെങ്കിൽ ഈ ദേശത്ത് സാത്താന്റെ
പിടിയിൽ കിടക്കുന്നവരെ വിടിവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം ജയിക്കുമെന്നാ പറയുന്നത്, നീ തോൽക്കുമെന്നല്ല. ഞാൻ നോക്കട്ടെ എന്നല്ല, ഞാൻ പിന്നെ ചെയ്യാമെന്നല്ല എന്റെ കർത്താവ് പറയുന്നത്. ഞാനത് നീ ജയിക്കുമെന്ന, ഈ ജയിക്കുമെന്ന് പറയുന്ന കർത്താവ് പറയാണ്, നീ വിചാരിക്കുന്നത് പോലെ നിനക്ക് പലപ്പോഴും കഷ്ടതയിൽ ഒരുപക്ഷെ തോന്നിയേക്കാം, എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം കാണുന്നില്ലല്ലോ, വിഷമങ്ങളുണ്ടല്ലോ എന്നൊക്കെ നിലനിർത്താൻ കൊള്ളാവുന്നവരാ